എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് നമുക്ക് പച്ചച്ചക്ക വെച്ചൊരു പായസം ഉണ്ടാക്കാം. മറ്റേ എല്ലാവരും പഴുത്തചക്കയാണ് പായസം ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് പച്ചച്ചക്ക വെച്ചൊരു അടിപൊളി പായസമാണ്. ഇതിന് കുറച്ച് ചക്ക വേവിച്ചത്, പച്ചച്ചക്ക. അത് കഴിഞ്ഞിട്ട് ഈ സാബുദാന ചവ്വരി അത് വെള്ളത്തിലിട്ട് കുതിർത്ത് കുതിർത്തെടുത്തതാണ്. അതാകുമ്പോൾ എളുപ്പം വേവും. അത് കുറച്ച് പിന്നെ അതിന് വേണ്ടത് 1 കപ്പ് പാല്. അത് നമ്മുടെ മിൽമ പാല്, പറങ്ങേണ്ടി, നട്ട്സ്, ഇത് കിസ്മിസ്, ഇത് തേങ്ങ അരിഞ്ഞത്, പിന്നെ തനിപ്പാൽ, കുറച്ച് തേങ്ങാപ്പാൽ, പിന്നെ ഇത് ശർക്കര നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് അത് അരിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്കിനി തുടങ്ങാം. ആദ്യം സ്റ്റൗ കത്തിച്ച്, പിന്നെ നെയ്യ്. അത് നമ്മൾ വീട്ടിൽ തന്നെ ഞാൻ എടുത്തു വെച്ച നെയ്യാണ്. ഇനി നമുക്ക് തുടങ്ങാം. ആദ്യം നെയ്യ് ഒഴിക്കുക. ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം നമുക്ക്. കട്ടിയായി പോയി, ഫ്രിഡ്ജിൽ വെച്ചേ. അപ്പം നെയ്യ് ആദ്യം നമുക്ക് തേങ്ങാക്കൊത്തിട്ട് വറുത്തെടുക്കാം. ശർക്കര പാനി ഒഴിച്ചു. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് വെന്ത് വെച്ചേക്കുന്ന ചക്ക ഇട്ട് അതിനകത്തോട്ടിട്ട് വഴുത്ത്. ഇനി നമുക്ക് അതിനകത്ത് കിടന്ന് ആ ചക്കയൊന്ന് വഴലട്ടെ. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട്. കിസ്മിസും തേങ്ങായും നട്ട്സും ഇതെല്ലാം കൂടെ നമ്മൾ വറുത്ത് അത് മാറ്റി വെക്കാം. ഇതെല്ലാം വെന്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. ചക്കയും വേവിച്ച് ഇത് കുതിർത്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായി. ഇനി ചവ്വരി നമുക്ക് ഇട്ട് കൊടുക്കാം. ചവ്വരി ഇട്ടു. ചക്ക നല്ലപോലെ ഒന്ന് വഴന്ന ശർക്കരക്കകത്ത് കിടന്നു. എന്നിട്ട് ഒത്തിരി അളിയണമെന്നില്ല. ചക്ക ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കഴിക്കുക, നല്ലതാണ്. പിന്നെ നമ്മൾ പഴുത്ത ചക്ക വെച്ച് നമ്മളെല്ലാവരും ഉണ്ടാക്കും. ഇത് പിന്നെ പച്ചച്ചക്ക അപൂർവമാണ്, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. കുറേശ്ശെ പാലൊഴിച്ച് കൊടുക്കണം. ഇതൊക്കെ ഇരുന്ന് ചവ്വരി വെന്തു, ചക്കയും വെന്തു. നല്ല അടിപൊളി പായസം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പഴുത്ത ചക്കയില്ലേ പച്ചച്ചക്കയായാലും നല്ലതാണ്.
പച്ചച്ചക്ക നല്ല വെന്തിട്ട് നല്ലപോലെ വേവിച്ച് കുക്കറിലിട്ട് വേവിച്ചിട്ട് അത് കുക്കറാകുമ്പോൾ എളുപ്പം വേവും. വെന്തിട്ട് ചവ്വേരിയും കുറുത്ത് രണ്ടും കൂടെ മിക്സാക്കി പായസം വെക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് എളുപ്പത്തിനൊരു പായസമൊക്കെ വെക്കണമെങ്കിൽ പഴുത്തയൊക്കെ ഇല്ല നമ്മളെന്തോ ചെയ്യുമെന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും. സാധാരണ എല്ലാവരും വെക്കുന്ന പഴുത്തയൊക്കെ. ഇതിങ്ങനൊന്ന് വെറൈറ്റി ആയിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, അത്യാവശ്യമായിട്ട് ലൈക്ക് പഠിക്കണം. ആരും ഉപേക്ഷ വിചാരിക്കരുത്. നമ്മൾ തുടക്കക്കാരാണ്, അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വരുന്നത്, അല്ലാതെ മറ്റ് കണ്ടൻറ്റ് കിട്ടി പറയുന്നവരൊന്നുമല്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. ഇത് ക്യാമറയുടെ ക്ലാരിറ്റി കുറവുണ്ട്. ഇതിനിപ്പോൾ അടുത്ത മാസം ഒരു നല്ല ക്യാമറ ഒരു ഫോൺ വാങ്ങിക്കണം. ഈ തേങ്ങാപ്പാൽ നമുക്ക് ലാസ്റ്റിൽ ഒഴിക്കാനാണ് വാങ്ങുമ്പോൾ. അതിനാണ് എടുത്ത് വെച്ചത്. നല്ല നമുക്കിനി ലാസ്റ്റിൽ ഈ പാലൂടെ ഒഴിക്കാം. ആ പാലൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ തിളച്ചിട്ട് തനിപ്പാൽ ഒഴിച്ച് നമുക്ക് വാങ്ങാം. ഈ പരുവം ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നല്ലപോലെ തിളച്ചിട്ട് വാങ്ങാം. നമ്മൾ പായസം ഉണ്ടാക്കുന്നത് ആദ്യം ചക്ക വേവിക്കുക. പച്ചച്ചക്ക കുറച്ച് നമുക്ക് എത്രയും ക്വാണ്ടിറ്റി വേണോ അത്രയും ക്വാണ്ടിറ്റി ചക്ക വേവിക്കുക. ചവ്വേരി കുതിർത്ത് വെക്കുക. കുതിർത്ത് വെച്ചിട്ട് ചക്ക ഈ പിന്നെ ശർക്കര പാനിയാക്കി അതിൻ്റെ കരടെല്ലാം കളഞ്ഞിട്ട് ഒഴിച്ച് അതിനകത്തിട്ട് വഴറ്റി ഈ ചവ്വേരിയും കൂടി ഇട്ട് ഇളക്കി നമ്മളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനകത്തോടെ ഇനി തനിപ്പാലൂടെ ഒഴിക്കാം. തേങ്ങാപ്പാൽ അത് ഒഴിച്ചിട്ട് നമുക്ക് പിന്നെ ഇത് നമുക്ക് ഏലക്കായൂടെ പൊടിച്ചത് ഇട്ട് പിന്നെ അവസാനം നമുക്ക് ഈ നട്ട്സും ഇതെല്ലാം കൂടി ഇട്ട് അടച്ച് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പായസം. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി പായസം കണ്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓക്കെ, നല്ല പായസം, നല്ല ചക്കപ്പായസം. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യണം. വീണ്ടും പറയുവാണ്, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, ബൈ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.